വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സോ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് രംഗരായണ ദൊഡ്ഡി ലേക്കിലേക്കാണ് വന്നേക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. നമ്മൾ ഈ പോകുന്ന സ്ഥലം ഏകദേശം ഒരു 65 കിലോമീറ്റേഴ്സ് ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. ഏകദേശം ഒരു 2.5 hours ആണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 12:45 1 ആയപ്പോഴാണ് ഇറങ്ങിയത്. ഒരു മൂടി കിട്ടിയ കാലാവസ്ഥയായിരുന്നു. ജയനഗർ എത്തിയപ്പോഴത്തേക്കും ലൈറ്റായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. അവിടെ നമ്മൾ കെങ്കേരി റൂട്ടാണ് കയറിയത്. അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ ശ്രീ സൈലം എന്ന് പറഞ്ഞൊരു വെജ് റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട് ഈ ഒരു സമയമാണെങ്കിലും. പക്ഷേ ഇവിടെ ലഞ്ച് കഴിക്കാനായിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഓർഡർ ചെയ്യാൻ വിചാരിക്കുന്നത് ഫ്രൈഡ് റൈസും നൂഡിൽസും അതുപോലെ മഷ്റൂം മഞ്ചൂരിയനും ആണ്. ഇവിടെ ഫുഡ് കഴിച്ചു നോക്കി, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു അഫോർഡബിൾ റേഞ്ച് ആണെന്ന് തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ ഇവരുടെ സർവീസും നല്ലതാണ്. അപ്പോൾ എന്തായാലും ഈ വഴി വരാണെങ്കിൽ നമുക്ക് ഇവിടെ കയറാം കേട്ടോ. ഇവിടുന്ന് നമ്മൾ മൈസൂർ ഹൈവേയിലോട്ട് കയറുകയാണ്. കുറച്ച് പോയി കഴിയുമ്പോൾ രാംനഗരയിലേക്കുള്ള എക്സിറ്റിലോട്ട് കയറണം. നമ്മൾ സിൽക്ക് സിറ്റി ആയ രാംനഗർ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റേഴ്സും കൂടി ഉണ്ട് കേട്ടോ. ഒരു 7 minutes ഏകദേശം വരും. സ്ട്രേറ്റ് പോകുന്ന വഴിയിൽ നിന്ന് ഒരു U-turn എടുക്കണം. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു വഴിയാണ് നമ്മുടെ ഈ ലേക്കിലേക്കുള്ളത്. കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ മലകളൊക്കെ കാണാൻ തുടങ്ങും. അതേപോലെ 2 സൈഡുകളിലും ഇതേപോലെ വയല്, കൃഷി ഭൂമികൾ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ ഒട്ടും ട്രാഫിക് ഒന്നുമില്ല. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അതും സീനിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടാണത്. ശരിക്കും ഒരു 60 കിലോമീറ്റേഴ്സേ ഉള്ളൂ ബാംഗ്ലൂരിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. നമ്മൾ ലൊക്കേഷൻ ഏകദേശം എത്തി. ഈ കാണുന്ന റൈറ്റിൽ കൂടെ ആണ് നമുക്ക് പോകേണ്ടത്. കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാർ പാർക്കിംഗ് ഉണ്ട്. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ആണ്. ഞങ്ങൾ വണ്ടി ഇടാൻ പോവാം. അതേപോലെ കാർ പാർക്കിംഗ് ഇവിടെ ഫ്രീയും ആണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് മുന്നോട്ട് കയറണം. റൈറ്റ് സൈഡിൽ നമുക്കൊരു ഒരു ചെറിയൊരു ഹില്ല് കാണാം. നമുക്ക് വേണമെങ്കിൽ അവിടെ കുറേ പേര് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം. അതേപോലെ ഈ ലേക്കിന് ചുറ്റും ഇതേപോലെ ഒരു വാക്ക് വേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു മോർണിംഗ് സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് സമയത്തൊക്കെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ, ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം നമ്മളിവിടെ സ്പീഡ് ബോട്ടിംഗ് ചെയ്യാൻ പോവാണ്. ഓൾ ഗിയർഡ് അപ്പ്.
അപ്പൊ നമ്മള് സ്പീഡ് ബോട്ടിംഗ് ഒക്കെ ചെയ്തു. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഞാൻ മൊത്തത്തിൽ നനഞ്ഞു കേട്ടോ. ബട്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വരാൻ പറ്റുകയാണെങ്കിൽ യു ഷുഡ് ട്രൈ ദിസ്. ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പൊ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിത് അവിടെ പാറപ്പുറത്തിരിക്കുക. കാണോ, ഇവിടെ സൺസെറ്റ് എൻജോയ് ചെയ്തോണ്ടിരിക്കുക. മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങണം ഇരുട്ടാവണതിന് മുമ്പ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ. അപ്പൊ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.